ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. രാവിലെ എണീറ്റ് ഫ്രഷായി ഒരു കപ്പ് ചായ ആയിട്ട് ഞാൻ എൻ്റെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മുടെ വ്ലോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ടുഡേ ഈസ് മൈ വെഡ്ഡിങ് ആനിവേഴ്സറി. ഇന്നെൻ്റെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സോ അപ്പം ഞാൻ കയറി ഒരു കുട്ടി വ്ലോഗായിട്ട് കാര്യങ്ങളെല്ലാം എടുക്കാമെന്ന്. നമ്മളൊരു കുഞ്ഞ് പാർട്ടി ഇന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈവനിങ്. ഞാനിപ്പോഴത് എൻ്റെ വീട്ടിലാണ്. നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. സോ ഈവനിങ് ഒരു കുട്ടി പാർട്ടി, ഒരു കുഞ്ഞു പാർട്ടി, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമുള്ളൊരു കുഞ്ഞു പാർട്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വിശേഷങ്ങളും വഴിയെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ ഇന്ന് പള്ളിയിൽ പോകണം. നമ്മുടെ ആഞ്ചലീന എണീറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് രാവിലെ ഒന്ന് പള്ളിയിൽ പോകണം. വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഒറ്റയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി പോയില്ലേ. വെഡ്ഡിങ് ആനിവേഴ്സറി വ്ലോഗ് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് ലേശം വിഷമമുണ്ട്. നമ്മുടെ ആളിപ്പോൾ എടുത്ത് വരും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ എനിക്കൊന്നും എടുക്കണം. സോ നമ്മൾ ഈ ചായ വേഗം കുടിച്ചിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട് വേഗം വരാം. സോ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ആളെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോകാൻ പോണേണ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഓടിപ്പടഞ്ഞ് പോകാൻ പോണേണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയ ചരിത്രം പലയിടത്തും കുറവാണ്. സോ പോട്ടെ. അതിന് മുന്നേ എൻ്റെ ആളെ കാണിച്ചു തരാം. ജോ വേമ്പ പൊതുവെ ഗേൾസാണ് റെഡിയാവാൻ വൈകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ റെഡിയായി നിൽക്കണേണ്. ഒരാളവിടെ മുണ്ടുമായിട്ട് മൽപ്പിടുത്തത്തിലാണ്. സോ ഞങ്ങൾ ഉടുത്ത് റെഡി ആയിട്ടുണ്ട്, പള്ളിയിൽ പോകാൻ പോണേണ്. ലേറ്റ് ആയി, പക്ഷെ കുഴപ്പമില്ല, പോയി കുർബാന കൂടിയിട്ട് വരാം. ഞാനിവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട് നമ്മുടെ ഇടവക പള്ളിയായ നസ്രത്ത് പള്ളിയിലാണ് നമ്മളിന്ന് കുർബാന കൂടാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് 2 വീലറിൽ ജസ്റ്റ് 5 മിനിറ്റ് ഓട്ടമുള്ളൂ പള്ളിയിലേക്ക്. അപ്പം ഇനി നേരെ പള്ളിയിലേക്ക് പോയൊരു കുർബാന കാണട്ടെ. സോ നമ്മൾ പള്ളിയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ പിന്നെ കാണിച്ചു തരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യല് ദോശ വിത്ത് തക്കാളി ചട്നി, പിന്നെ ആഞ്ചലീനക്ക് കുട്ടി ദോശയും പാലുമാണ്. സോ നമ്മൾ ഈ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയാണ്. വീട്ടിലിപ്പോൾ അമ്മച്ചിയില്ല. അമ്മച്ചി അമ്മയുടെ തറവാട്ടിൽ പോയേക്കനെയാണ്. ഉച്ച കഴിയുമ്പോൾ വരും. സോ നമ്മളിപ്പോൾ ഞാനും ആഞ്ചലീനയും അപ്പച്ചനും മാത്രമേ ഉള്ളൂ. ജോ വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. അവിടെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രോഗ്രാം എല്ലാം ഈവനിങ് ആണ്. ഈവനിങ് മീൻസ് നൈറ്റാണ്. ഇപ്പോൾ ഉച്ചക്ക് നമ്മൾ സാധാരണ നോർമലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി വെക്കാമെന്ന് കരുതുന്നു. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. സോ ഉച്ചക്ക് ചിക്കൻ കറി വിത്ത് ചോറ്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ട്രൈപോഡ് എടുത്തില്ല, സത്യം പറഞ്ഞാൽ എടുക്കേണ്ടതായിരുന്നു. ട്രൈപോഡ് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറ്റുന്ന വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഉച്ചക്കത്തേക്ക് ചിക്കൻ പെരട്ട് മസാല പേരിട്ടറിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ്. ബിക്കോസ് ഇതെൻ്റെ എക്സ്പെരിമെൻ്റൽ ഡിഷായിരുന്നു. സോ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു. കുക്കിംഗ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ട്രൈപോഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മൊബൈൽ വെച്ചിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. കുറച്ച് ഹറിബറി ആയിരുന്നു. അമ്മയും കൂടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഹറിബറി ആയിരുന്നു. നമ്മുടെ ആഞ്ചലീന ഇവിടെ കറി കിടക്കണതുകൊണ്ട് കുറച്ച് ഹറിബറി ആയിരുന്നു എൻ്റെ കുക്കിംഗ് എല്ലാം. കറിയൊക്കെ ഉഷാറായി. ചിക്കൻ കറിയും ചോറും കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈവനിങ് ആണ്. ഇവിടെ നിന്ന് കേക്ക് മുറിച്ച് പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കാം എന്നൊക്കെയാണ് പ്ലാൻ. നോക്കട്ടെ എന്താവുമെന്ന്. അപ്പോൾ ഇപ്പോൾ ഭക്ഷണമെല്ലാം കഴിച്ചു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ബാക്കിയുണ്ട്. അതിന് മുന്നേ നല്ല തലവേദനയുണ്ട്. സോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. നമ്മുടെ ആഞ്ചലീനെ കിടത്തി ഒന്ന് ഉറക്കണം. അപ്പോൾ ഞാൻ ചെറിയൊരു നാപ്പ് എടുക്കാം. എന്നിട്ട് വൈകുന്നേരമാണ് നമ്മുടെ കാര്യപരിപാടികളെല്ലാം വൈകുന്നേരമാണ്. വൈകുന്നേരത്തെ കാഴ്ചകളെല്ലാം അപ്പോൾ കാണിച്ചു തരാം. എന്തെങ്കിലും പ്ലാനിങ്ങിന് മാറ്റം ഉണ്ടോയെന്നറിയില്ല. നോക്കട്ടെ. ഇപ്പം ഞാൻ പോയിട്ട് ആഞ്ചലീനെ ഒന്ന് കിടത്തി ഉറക്കട്ടെ.
കൂടുതൽ എനിക്കും ചെറിയൊരു നാപ്പ് എടുക്കണം. നല്ല ടയേർഡാണ്, നല്ല തലവേദനയുണ്ട്. സോ കുറച്ച് നേരം പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇന്നാണെങ്കിൽ പതിവില്ലാതെ നല്ല ക്ലൈമറ്റ്, നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെയിലും. പോരാത്തതിന് നല്ല തലവേദന ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളുള്ളൂ. സോ സ്ലീപ്പിംഗ് ടൈം. അങ്ങനെ നമ്മുടെ ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞു. ചെറിയ നാപ്പൊക്കെ എടുത്തപ്പോഴേക്കും ഒന്ന് ഫ്രഷായി. സോ നമ്മുടെ ഉറക്കക്ഷീണമെല്ലാം മാറി, തലവേദനയെല്ലാം മാറി. ഇപ്പം ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി കുളിക്കാതെ തയ്യാറെടുപ്പിലേക്കാണ്. കുളിച്ച് ഒന്നും കൂടെ നമുക്ക് ഫ്രഷ് ആവണം. ഇനി കുളിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് നമ്മൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സപ്പൊക്കെ ചെയ്യും. സോ ആ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു തരാം. ആദ്യം പോയി കുളിച്ചിട്ട്. സോ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ്. ഇനി വേഗം കൊടുത്ത് മേക്കപ്പ് ചെയ്യണം. അപ്പോഴേക്കും സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞു. ഒരു 7 മണിക്കുള്ളിൽ ആൾക്കാരൊക്കെ എത്തും. ആൾക്കാർ മീൻസ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇൻലോസ്, പിന്നെ ചേച്ചി, അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫും കൊച്ചും, പിന്നെ നമ്മുടെ ഫാമിലി, ഇത്രയും പേരേ ഉള്ളൂ. സോ അവരൊക്കെ ഒരു 7 മണിക്കുള്ളിലെത്തും. സമയം ഇപ്പോൾ 6:15. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി പെട്ടെന്ന് കൊടുത്തിട്ട് വരാം. സോ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഈ ഒരു കോഡ് സെറ്റാണ്. ഇതൊരു എമറാൾഡ് ഗ്രീനോ ബോട്ടിൽ ഗ്രീനോ അങ്ങനെ എന്തോ പറയുന്നത്. സോ ഈ ഒരു കോഡ് സെറ്റാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂം എത്തിയിട്ടുണ്ട്, പിന്നെ എൻ്റെ അമ്മായിയമ്മ എത്തിയിട്ടുണ്ട്, അപ്പനും ചേച്ചിയൊക്കെ ഇപ്പം വരും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സെറ്റായി വന്നിട്ടുണ്ട്. ബ്രൈഡും ഗ്രൂമും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ്. ഇനി ചേച്ചിയും അപ്പനും പിള്ളേരും മാത്രമേ വരാനുള്ളൂ. ഞങ്ങളെല്ലാവരും സെറ്റാണ്. അഞ്ചിമ ഞങ്ങളെല്ലാവരും ഫുൾ സെറ്റാണ്. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഉടനെ ഇറങ്ങും. എങ്ങോട്ടാ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. മിക്കവാറും എങ്ങോട്ടാ പോകണ്ടേ, സോൾട്ടിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ ഇനി ബാക്കി അവരൊക്കെ വന്നിട്ട് കാണിച്ചു തരാം. എല്ലാവരും വന്നിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ബാക്കി വിഷ്വൽസൊക്കെ അപ്പം കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക്. കേക്കിൻ്റെ റൈറ്റിങ്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. 5 years ഓഫ് വെഡ്ഡിങ് ബ്ലിസ്. എങ്ങനെയുണ്ട്? എൻ്റെ കണ്ടുപിടുത്തോണേ. നമ്മൾ കേക്കിന് ഓർഡർ കൊടുക്കുന്ന ഷോർട്ട്സ് ഇട്ടപ്പോൾ കുറച്ച് സസ്പെൻസ് ബിൽഡപ്പ് ചെയ്ത് ഓർമ്മയുണ്ടോ? സോ ഇതായിരുന്നു നമ്മുടെ സസ്പെൻസ്. അപ്പോൾ സസ്പെൻസ് ഇന്ന് പൊട്ടി. കേക്കിൻ്റെ ഫ്ലേവർ നമ്മൾ റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കാരമൽ നട്ട്സ് കേക്കാണേ. സോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. വളരെ ക്ലോസ് മെമ്പേഴ്സിനെ മാത്രമേ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു കുഞ്ഞു പരിപാടി. ഇനി നമുക്ക് പ്രാർത്ഥന ചൊല്ലിയിട്ട് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ടിങ്ങിന് മുന്നേ ഉള്ള ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടായാലും കേക്ക് കട്ടിങ്ങിന് മുന്നേ ഒരു പ്രാർത്ഥന, അത് നിർബന്ധം. അതിനുശേഷം ബാക്കി എന്തേ ഉള്ളൂ. സോ ഇനി കേക്ക് കട്ടിങ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും പരസ്പരമുള്ള കേക്ക് ഷെയറിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ആനിവേഴ്സറി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് തോപ്പുംപടിയിലുള്ള സോൾട്ടിലേക്ക് പോകാൻ പോണേണ്. സോ ഇനി എല്ലാവരും കൂടെ നേരെ സോൾട്ടിലേക്ക്. നമ്മുടെ വണ്ടി ആദ്യമേ കത്തിച്ച് വിട്ടു. കാരണം അവിടെ ചെന്നിട്ട് വേണം ഇനി സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ തിരക്കുള്ള ദിവസമാണ്. പോരാത്തതിന് രാത്രി സമയവും 8 പേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സീറ്റ് തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ നേരെ കത്തിച്ചു വിട്ടു. പക്ഷേ ഇടയ്ക്ക് വെച്ച് മഴ ചതിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഇടിച്ചൂത്തി മഴ അങ്ങ് പെയ്തു. അതുകൊണ്ട് 2 വീലേഴ്സിൽ വന്ന എല്ലാവരും നനഞ്ഞാണ് സോൾട്ടിലേക്ക് എത്തിയത്. നമ്മുടെ വണ്ടി അത്യാവശ്യം നല്ല വേഗത്തിൽ കത്തിച്ചു വിട്ടെങ്കിലും നനയാനുള്ള മഴയെല്ലാം നനഞ്ഞു. അതുകൊണ്ട് സോൾട്ടിലെത്തിയപ്പോഴേക്കും നമ്മളാകെ നനഞ്ഞു കുളിച്ചിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത മഴയായിപ്പോയില്ലേ. അങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഒരു റെയിനി റൈഡ് കൂടെ അങ്ങനെ സഫലമായി. ഈ വീണെടുത്ത് കിടന്നിട്ടില്ല എന്നൊക്കെ പറയില്ലേ, ദത് തന്നെ സംഭവം. ഇനി ഞാൻ തല തുടച്ച് സോൾട്ടിലേക്ക് കയറട്ടെ. സീറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ ആദ്യം പോയിട്ട്. നമ്മുടെ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല. സീറ്റ് ഉണ്ടായിരുന്നില്ല. അത്ര തിരക്കും റഷും. നമ്മൾ എത്തിയപ്പോഴേക്കും മഴ അങ്ങ് ശക്തിയായിട്ട് കനച്ചിട്ടോ. അപ്പോൾ ഇനി വേറെ റെസ്റ്റോറൻറ്റ് ഓപ്ഷൻ ഇല്ല. സോ എന്താ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള സ്പോട്ട് തന്നെയാണ് ഈ തോപ്പുംപടി സോൾട്ട്.
അതുകൊണ്ട് തന്നെ നേരം പോക്കിനുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. കുട്ടികൾക്ക് അക്യൂറൽ നോക്കി മീനും കണ്ട് വായും പൊളിച്ചിരിക്കാനും മുതിർന്നവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഫോട്ടോ എടുക്കാനും പറ്റിയ എല്ലാ സാഹചര്യങ്ങളും സോൾട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ കാത്തിരിപ്പ് ഒരു വിഷയമായിരുന്നില്ല. കാരണം നമുക്ക് 8 പേർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഈ കാത്തിരിപ്പ്. സോ നമ്മുടെ വെയിറ്റിംഗ് ഗുണം കണ്ടു. നമുക്ക് 8 പേർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റി. പലരും പല ഫുഡാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് വരാൻ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്നു. അൽഫാം മന്തി, ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് നൂഡിൽസ്, അങ്ങനെ പലതും. ഇനി ഇടം വല്ല നോക്കാതെയുള്ള ഫുഡടി. അങ്ങനെ ഫുഡടിക്ക് ശേഷം നമ്മൾ സോൾട്ടിൽ നിന്ന് ഇറങ്ങി. റെസ്റ്റോറൻറ്റിലെ പല വിഷ്വൽസും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്ര തിരക്കും റഷുമായിരുന്നു. ഇത്രയും പേരുള്ളതുകൊണ്ട് നമുക്ക് ആ മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. കാരണം ഇന്നത്തെ ഒരു ഫുൾ ഡേ ഷെഡ്യൂൾ കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. വണ്ടിയിൽ തിരിച്ചു വരുന്ന വഴി മനസ്സ് മൊത്തം നമ്മുടെ വെഡ്ഡിംഗ് ഡേയുടെ ഓർമ്മകളായിരുന്നു. കറക്റ്റ് 5 വർഷം മുന്നത്തെ കാര്യങ്ങൾ. 5 വർഷം കൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്തൊക്കെയല്ലേ മാറ്റങ്ങളുണ്ടായത്. കുറേ മാറ്റങ്ങൾ നല്ലതിനായിരുന്നു. കുറച്ചൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവും. കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. കുറേ പുതിയ കാര്യങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചു. ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ വന്നൊരു മാറ്റമായിരുന്നു ആഞ്ചലീന. നമ്മുടെ ലൈഫിൽ നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കുഞ്ഞാൾ. പിന്നെ ഞാൻ ആഗ്രഹിച്ച് തുടക്കം കുറിച്ചത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചാൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതല്ലേ. സോ ഇനി എൻ്റെ കാര്യത്തിൽ യൂണിവേഴ്സ് കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ പാർട്ടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റി. കുറച്ച് നല്ല മൊമെൻറ്റ്സ് കിട്ടി. അങ്ങനെ ഞങ്ങളുടെ 5ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ജോ എന്ന് വന്നേ. അപ്പം ഞാൻ വീഡിയോയുടെ എൻ്റെ തന്നെയാണ്. എൻ്റെ അമ്മയുടെ ജോനെ വിളിച്ചിട്ടുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ ദിവസമാണല്ലോ. പിന്നെ ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ട് പോയ പോലെ എനിക്ക് തോന്നി ഷൂട്ട് ചെയ്തതിൽ. എൻ്റെ കയ്യിൽ ട്രൈപ്പോഡ് ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലിറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ട്രൈപ്പോഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ്റെ കുറവ് എനിക്ക് തോന്നിയായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്ത് എങ്ങനെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമെന്ന് എനിക്കറിയില്ല. പരമാവധി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. കുറച്ചൊരു ഒരു കണ്ടിന്യൂവേഷൻ കുറവ് എനിക്ക് തോന്നിയായിരുന്നു. പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ ട്രൈപ്പോഡ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് തിരക്കിലായിരുന്നു. മൊത്തത്തിൽ ഹറിബറി ആയിരുന്നു വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ വീഡിയോ ഇവിടെ എൻ്റെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും അറിയിക്കുക. വീഡിയോയിലുള്ള പാകപ്പിഴകളെല്ലാം ക്ഷമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ ബൈ.